വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കി കണ്ട ഒരു മത്സരമായിരുന്നു പോർച്ചുഗൽ വേഴ്സസ് കോങ്കോ. മാച്ചിന് മുമ്പ് ഇങ്ങനെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം എംബാപ്പയെ കണ്ടു, മെസ്സിയെ കണ്ടു, പിന്നെ ഡിബ്രൂയിൻ, അങ്ങനെ കുറേ വമ്പന്മാരുടെ കളികൾ കണ്ടു. ഇനിയിപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാഗത്തുനിന്ന് എന്തായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വൻ ബിൽഡപ്പിൽ വന്ന ഒരു ടീമാണ്. പല സ്പോർട്സ് ജേർണലിസ്റ്റുകളും ജേർണലുകളൊക്കെ കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു ടീമായിട്ടാണ് പോർച്ചുഗലിനെ പറഞ്ഞത്. പക്ഷേ ഇന്നലത്തെ പെർഫോമൻസ് അതിനൊക്കെ വിപരീതമായിരുന്നു. കാരണം കോങ്കോ എന്ന് പറയുന്ന ടീം അത്ര വലിയ ഫേമസ് ആയൊരു ടീമല്ല. പക്ഷേ അവർ പോർച്ചുഗലിനെ അങ്ങോട്ട് എന്താ പറയുക, ഡിഫെൻഡ് ചെയ്ത് വീഴ്ത്തി കളഞ്ഞു തന്നെ പറയാം. ക്രിസ്ത്യാനോയുടെ മുഖം തന്നെ കാണുന്നത് വളരെ അപൂർവമായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ. അതുപോലെ തന്നെ പല കളിക്കാരുടെയും ബ്രൂണോ ഫെർണാണ്ടസിനൊക്കെ മുഖം ഒന്ന് ക്ലോസപ്പിൽ കണ്ടത് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഡിഫൻഡേഴ്സ്, ലോകത്തിലെ ഏറ്റവും നല്ല ഡിഫൻഡറുള്ള ഒരു ടീമാണ് പോർച്ചുഗൽ. PSG-യുടെ നമ്പർ 1 ഡിഫൻഡർ ന്യൂനോ മെൻഡസ്, ബാഴ്സലോണയുടെ നമ്പർ 1 ഡിഫൻഡർ ജോൻ കാൻസലോ, പിന്നെ റൂബൻ ഡാൻസ് ഇല്ല, പരിക്ക് മൂലമില്ല. ഇവരൊക്കെ ഉണ്ടായിട്ടും ഇന്നലെ ഒരു ഗോള് ഇവർ വഴങ്ങി. ഇദ്ദേഹത്തിൻ്റെ ഗോള്, ജോൻ നവാസിൻ്റെ ഗോള് അത്യാവശ്യം നല്ലൊരു ഗോളായിരുന്നു. പക്ഷേ ഓവറോൾ മാച്ച് എന്ന് പറയുന്നത് ഒരു മീഡിയോക്കർ മാച്ചായിപ്പോയി. ഇപ്പോൾ അർജൻറ്റീനയുടെ മാച്ച് നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കിക്ക് മാറിയില്ല ഇതിലേക്ക് വരുന്ന സമയത്ത്. പക്ഷേ പോർച്ചുഗലിൻ്റെ കളിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങ് ആ ഒരു നമുക്ക് കിട്ടേണ്ട ഒരു സാധനം, ഒരു ഹൈ കിട്ടിയില്ല. ഒരു തീരെ ഹൈ മൊമെൻറ്റ്സ് കുറവായിരുന്നു മാച്ചിൽ, എസ്പെഷ്യലി ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്ന്. ക്രിസ്ത്യാനോയുടെ കാലുമേൽ ബോൾ എത്തുന്നത് തന്നെയല്ല. ക്രിസ്ത്യാനോ അത് ബോൾ എടുക്കാനും ശ്രമിക്കുന്നില്ല, ക്രിസ്ത്യാനോയ്ക്ക് ആരും ബോൾ കൊടുക്കുന്നുമില്ല എന്നുള്ള അവസ്ഥയായി പോയി. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോയുടെ മുഖം കണ്ട സമയത്ത് വൻ വിഷമായിപ്പോയി. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം പലപ്പോഴും കരഞ്ഞില്ലയോ എന്നുള്ള ലെവലിൽ ആണ് കണ്ടത്. ഇനിയുള്ള 2 മത്സരങ്ങൾ, ഇന്നലെ സമനിലയായി. ഇനിയുള്ള 2 മത്സരങ്ങൾ കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലാണ്. രണ്ടും വളരെ ക്രൂഷ്യൽ മാച്ചാണ് പോർച്ചുഗലിന്. കൊളംബിയ സെറ്റ് ടീമാണ്. ഒപ്പം ഉസ്ബെക്കിസ്ഥാനിൽ അത്ര വലിയ പ്ലെയേഴ്സ് ഒന്നും ഇല്ലെങ്കിലും കുസനാവോ എന്ന് പറഞ്ഞ ഒരു പ്ലെയർ ഉണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയിലുള്ള, കണ്ടറിയാം.